ശ്രീമതി റീതു എം ഉമേഷ് അവർക്കാണ്. നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് റിൻഡു ആൻഡ് റീതു വടതല എന്നുള്ള ഒരു നവരാത്രി നോട്ടീസുകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അന്ന് ചേച്ചി അനിയത്തിയും കൂടി വടതലയിൽ നിന്ന് വന്ന് ഇവിടെ പല വേദികളിലൂടെ രണ്ടുപേരും ചേർന്ന് പാടിയിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ നവരാത്രി നോട്ടീസിൻ്റെ ഫൈനലൈസേഷൻ അവസാന ഘട്ടത്തിൽ സമ്പത്തിനോട് ചോദിച്ചു, റീതുവിന് ഒരു പാടുന്ന ആഗ്രഹമുണ്ട്, ഒരു ദിവസം തരാമോ? അപ്പോൾ ഏകദേശം ഫൈനലൈസേഷൻ ആയിരുന്നു. പക്ഷെ ഒരു പാടം ഒഴിഞ്ഞപ്പോൾ അത് റീതുവിന് കൊടുക്കുക. പക്ഷെ സന്തോഷം തോന്നി അതല്ല, വർഷങ്ങൾക്ക് മുമ്പ് ആ നിർത്തിയ പാട്ട് വളരെ പൂർവാധിക ശക്തിയോടെ എന്ന് പറഞ്ഞ പോലെ വളരെ ഞാനൊക്കെ അത് കേട്ടിട്ടുള്ളതാണ്. വളരെ നന്നായിട്ട് ആ ഒരു ആഗ്രഹം, അതായത് കല്യാണത്തിന് മുമ്പ് ചിലർ ഇങ്ങനെ പഠിച്ചിട്ട് നിർത്തിക്കളഞ്ഞ സമ്പത്തിന് പ്രത്യേക ഒരു നന്ദിയുണ്ട്. വൈഫിനെ ഇങ്ങനെ ഈ സംഗീതത്തിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവന്നതിൽ സമ്പത്തിന് വളരെ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഗുരുനാഥ, നമുക്കെല്ലാം സുപരിചിതമായ പ്രിയ ആർ പയ്യാണ്. അവരുടെ ആ ഒരു ഗുരുനാഥയുടെ ആ ഒരു കഴിവ് നമ്മൾ ഋതുവിൻ്റെ ആ പാട്ടുകൾ നമ്മൾ കണ്ടു. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നല്ലൊരു ഡാൻസറാണ്. മാതങ്കി, അതായത് നവ്യ നായരുടെ മാതങ്കിയിലാണ് റീതു ഡാൻസ് അഭ്യസിക്കുന്നത്. എന്തായാലും അടുത്തൊരു വേദിയിൽ നമുക്കൊരു നൃത്തം കൂടി റീതുവിൻ്റെ കാണാനുള്ള ഭാഗ്യം ഭഗവാൻ അനുഗ്രഹിച്ചിട്ടുണ്ടാകും ഉറപ്പായിട്ടും. അടുത്തതായി നമുക്ക് പറയേണ്ടത് വയലിനിസ്റ്റാണ്. നിരവധി വേദികളിൽ നിങ്ങൾ ഫ്യൂഷൻ അവതരിപ്പിക്കുന്നതാണ് രാധിക റാണി. ചെർലായി സ്വദേശിയാണ്. രാധിക റാണി ജെ പ്രഭുവാണ്. രാധികയുടെ അമ്മ ബിന്ദു കമ്മത്ത് ഇവിടെ പല വേദികളിലും വന്ന് ഇവിടെ കച്ചേരിയും അതുപോലെ ഭക്തിഗാനങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട്. ബിന്ദു കമ്മത്തിൻ്റെ മകളാണ്. RLV സംഗീത കോളേജിൽ MA വയലിൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് രാധിക റാണി. വളരെ നന്നായിട്ട് നമ്മളൊരു സോളോ പെർഫോമൻസും കണ്ടു. വളരെ നന്നായി രാധിക റാണി സപ്പോർട്ടും ചെയ്യുകയുണ്ടായി. അടുത്ത് നമ്മുടെ സ്വദേശി ശബരിനാഥ് നിരവധി തവണ വന്ന് വായിച്ചിട്ടുണ്ട്. വളരെ നന്നായിട്ട് വളരെ മികച്ച ഒരു മൃദംഗിസ്റ്റാണ് ശബരിനാഥ്. നമ്മൾ അതിനകത്ത് ഈ നല്ലൊരു എന്താ പറയണ്ട, വലിയൊരു ബഹളമൊന്നും ഇല്ലാതെ ഒരു സാധാരണ ഒരു വലിയ പുറത്തുനിന്ന് കേൾക്കുമ്പോൾ നല്ലൊരു അങ്ങനെ പറയാം, നമ്മൾ കാതിനെ വലിയ വളരെ ബഹളമൊന്നുമില്ലാതെ സൗമ്യമായിട്ട് വായിക്കുകയുണ്ടായി ശബരിനാഥ്. വളരെ നന്നായിട്ട് വായിച്ചു. ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും സരസ്വതി ദേവിയുടെ ഈ കൃപാകടാക്ഷങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ പരിപാടി ഏറ്റെടുത്ത് നടത്തിയത് ഋതുവിൻ്റെ കുടുംബാംഗങ്ങൾ തന്നെയാണ്. അവർക്കുള്ള എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളൊരു സ്നേഹോപഹാരം സ്വീകരിക്കുന്നതിന് വേണ്ടി ഋതുവിനെ കൂടെ വായിച്ചവരെയും വേദിയുടെ മുന്നിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഉപഹാരം നൽകുന്നത് ദേവസ്വം പ്രസിഡന്റ് ശ്രീ TN കണ്ണൻ അവറുകളാണ്.